നമസ്കാരം, ഞാൻ രാജശേഖരൻ, വാസ്തു കൺസൾട്ടൻറ്റ്. നമ്മളിന്ന് ഒരു കിണറിൻ്റെ അതുണ്ടാക്കിയ ഒരു ദുരന്ത കഥയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്ത് വിളിച്ചു. ഒരു വീട്ടിൽ ഒരു കിണറുണ്ടാക്കിയ ശേഷം ആ വീട്ടിൽ ഭയങ്കര ദുരിതങ്ങളാണ്, ഒന്ന് സ്ഥലം നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ശരി, ഞാൻ ഒരു സമയം പറയാം. അങ്ങനെ എൻ്റെ സമയം വന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും കിണറിൻ്റെ ദുരിതമാണല്ലോ. ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകളൊക്കെ എടുത്തിട്ട് മൂലകളിൽ കിണർ വന്നാലുണ്ടാകുന്ന ദോഷങ്ങൾ, മധ്യത്തിൽ വന്നാലുണ്ടാകുന്ന ദോഷങ്ങൾ, ഇതൊക്കെ ശരിക്കും ഒന്നുകൂടെ പരിശോധിച്ചു. എന്നിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ കിണർ ശരിക്കും പറഞ്ഞാൽ വടക്ക് കിഴക്കേ ഭാഗത്താണുള്ളത്. മീനൻ രാശി ഏറ്റവും നല്ലത് കുംഭം രാശിയിലാണ് കിണറുള്ളത്. ഒറ്റ നോട്ടത്തിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ കിണർ കുഴിച്ച ശേഷം അവിടെ ദുരന്തങ്ങളുടെ ഒരു ശൃംഖല തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മൂടാൻ വേണ്ടി ഇരിക്കുന്ന കിണറാണ്. അപ്പം എന്താണ് അതിന് സംഭവം എന്നറിയാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ദുരന്തം ഇല്ലെങ്കിലും ഞാൻ ആ സ്ഥലത്ത് ഇറങ്ങി നോക്കി. അല്പം താഴെയാണത്. ആ സ്ഥലത്ത് ഇറങ്ങി നോക്കുമ്പം ആ കിണറിൻ്റെ ഒത്ത മധ്യത്തിലാണ് അവിടെ ഒരു ടോയ്ലറ്റിൻ്റെ ഭിത്തി കറക്റ്റ് വന്ന് കയറുന്നത്. വേദദോഷം അത്രയും പവർഫുള്ളാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. രണ്ടാമതൊരു പ്രശ്നം, അവിടെ ഒരു എൽ ഷേപ്പ് സ്ഥലത്ത് അതിൻ്റെ ആ സ്പേസിലാണ് കിണർ. അപ്പോൾ എൽ ഷേപ്പിൻ്റെ ആ ഒരു ലൈൻ വന്ന് കയറുന്നതും ഈ കിണറിൻ്റെ ഒത്ത മധ്യത്തിലേക്കാണ്. അപ്പോൾ ഈ രണ്ട് വേദദോഷം ഒരുമിച്ചപ്പോഴാണ് ആ കിണർ കുഴിച്ച ആൾ മരിച്ചുപോയി, അതിനുശേഷം ആക്സിഡൻ്റായി വീട്ടിൽ എന്ന് വേണ്ട ഒരു ശൃംഖല തന്നെ വന്നു. അപ്പോൾ ഇതുപോലൊരു അനുഭവം നേരത്തെ എനിക്കുണ്ടായി. ഒരു സ്കൂൾ ബിൽഡിങ്, അതിനകത്ത് ഒരു എൽ ഷേപ്പ് ബിൽഡിങ്ങാണ്, അതിൻ്റെ അകത്തൊരു ഓഡിറ്റോറിയം പണിയണം. അങ്ങനെ ഓഡിറ്റോറിയം പണിയാൻ വേണ്ടി ടെൻഡറിലെടുത്തു. ആദ്യത്തെ ടെൻഡർ എടുത്ത ആൾ സ്ട്രക്ചറൊക്കെ ആക്കിയപ്പോഴത്തേക്കും മരിച്ചുപോയി. വീണ്ടും അത് നിർമ്മിക്കേണ്ടിയിട്ട് വീണ്ടും ഒരു ടെൻഡർ അത് എടുത്തു, ഒരു കക്ഷി ഏൽപ്പിച്ചു, ബന്ധപ്പെട്ട ആളുകൾ, അദ്ദേഹവും മരിച്ചുപോയി. മൂന്നാമത് എൻ്റെ സുഹൃത്തിനെയാണ് തേപ്പിക്കുന്നത്. നിർബന്ധിച്ച് പിടിച്ചേൽപ്പിക്കുക, ഈ വർക്കും തീർത്തേ പറ്റൂ എന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം, എന്തെങ്കിലും എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങളുടെ പറഞ്ഞുതരാം. അങ്ങനെ പോയി നോക്കുമ്പോൾ അവിടെ ഞാൻ അതുവരെ കാണാത്തൊരു കാഴ്ചയാണ്. അതായത് എൽ ഷേപ്പ് ബിൽഡിങ്, അതിൻ്റെ ആ കോൺ നിങ്ങൾക്ക് മനസ്സിലായി എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. മഴ പെയ്യുമ്പം ആ വെള്ളം വന്ന് വീഴുന്ന സ്ഥലം, ആ ലൈനിൽ കറക്റ്റാണ് പുതിയ ബിൽഡിങ്ങിൻ്റെ മൂലം നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചെടുത്ത് ഇതുവരെ മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ചാൽ, പുറത്തേക്കുള്ള വീടിൻ്റെ മൂലകൾ, ഒത്ത മധ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഉപാലയം വന്നാൽ ദോഷമാണെന്നാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അകത്തോട്ടുള്ള കോൺ വരുമ്പോഴും നമുക്ക് ഒരുപാട് ദുരിതം ഉണ്ടാകുന്നുണ്ട്. ഞാൻ എന്തായാലും ഒരു 1.5 മീറ്ററൂടെ അതിൻ്റെ ആ മൂല മാറ്റി, സ്ട്രക്ചർ മാറ്റിയെടുത്ത് പില്ലറൊക്കെ മാറ്റി കൊടുത്ത് ശരിയാക്കി എന്തായാലും ആ പ്രശ്നം പരിഹരിച്ചു. ആ കോൺട്രാക്ടർ ഇപ്പോഴും ജീവനോടെ നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അതേ സെയിം എക്സ്പീരിയൻസാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് വാസ്തുവിദ്യ വിശ്വസിക്കുന്നവർ, ഇതിനകത്ത് വാസ്തുവിദ്യയുടെ ഇതല്ല, എനർജി ഫീൽഡിൻ്റെ ആവാം, എന്തായാലും ഇത് ദുരിതം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വാസ്തുവിദ്യ വിശ്വസിക്കുന്ന ആൾക്കാർ ഒരു ഉപാലയം ചെയ്യുമ്പം, കിണർ ഉപാലയമാണല്ലോ, നമ്മൾ ഒന്നിൻ്റെ വേദദോഷം ഇല്ലാതെ വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ ഇതുപോലെ ദുരിതങ്ങൾ വരുമ്പോൾ പിന്നെ നമുക്കിത് മാറ്റാൻ കഴിയില്ല. നമുക്ക് ഒരു പുതിയ വിഷയം വരും ദിവസം കാണാം. നന്ദി, നമസ്കാരം.